ലോകത്തിലെ ഏറ്റവും മികച്ച വായനക്കാരിൽ ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കണമെങ്കിൽ നമുക്ക് ഈ ജന്മം മതിയാവുകയില്ല. മഹാത്മാഗാന്ധി എഴുതിയതും മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതിയതും നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കാൻ ഒരുപക്ഷെ ഈ ചേടിച്ചേരി ഗ്രാമം പോലും തികയുകയില്ല. ഇവിടുത്തെ മുഴുവൻ വീടുകളിലും നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതിയതും മഹാത്മാഗാന്ധി എഴുതിയതും ശേഖരിച്ചു വെച്ചാൽ സ്ഥലം തികയാതെ വരും. അത്രയധികം എഴുതിയിട്ടുണ്ട്, അത്രയധികം അവരെ കുറിച്ച് ആളുകൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏറ്റവും വലിയ വായനക്കാരനായിരുന്നു. കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി എം ശങ്കരൻ നമ്പൂതിരിപ്പാടും മികച്ച വായനക്കാരനായിരുന്നു. ഇന്ദിരാഗാന്ധി ഇങ്ങനെ ആയി തീർന്നതിന്റെ പിന്നിൽ, അവരുടെ ആത്മധൈര്യത്തിന് പിന്നിൽ ധാരാളം പുസ്തകങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പുസ്തകമുള്ള ഇടങ്ങൾ നക്ഷത്രങ്ങളുള്ള ആകാശം പോലെയാണ് എന്നാണ് പറയാ. നക്ഷത്രങ്ങളില്ലാത്ത ആകാശത്ത് നിന്ന് നമുക്കൊരു വെളിച്ചം പോലും വരില്ല. എന്നാൽ പുസ്തകങ്ങളുള്ള ഒരിടത്ത് നിന്നാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് എത്തുന്നത്. ആ വെളിച്ചത്തിലേക്ക് എത്താൻ നിങ്ങളെ 50 വർഷമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയം അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ അതിഥിയായി വരാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്ന ഒരു ദിവസമായിരിക്കും. പിന്തകത്തക പിന്തകത്തക പിന്തക